എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പുഡിങ് സെറ്റ് ആവാൻ കുറച്ച് സമയം വേണം. അല്ലാതെ നമുക്ക് ഇൻഗ്രീഡിയൻസ് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പാല്, പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്. ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ മധുരത്തിന് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ. ഇത് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പം ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഡെസേർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കി വെക്കാം. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റാക്കി എടുത്താൽ മാത്രം മതി. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, എന്ന പോലത്തെ ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളുടെ വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം. വരൂ. ഇവിടെ ഞാൻ 500 ml 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ചൂട് കട്ടിയുള്ളൊരു പാൻ എടുത്തു. അത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് പാലൊഴിച്ചു കൊടുത്തു. ഇനി ഇത് ഈ ചെറിയ തീയിൽ കിടന്ന് ഒന്ന് തിളച്ച് വരട്ടെ. ഇത് കോൺഫ്ലവറാണ്. 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പാല് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 4 ടീസ്പൂൺ പാലെടുത്തിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കോൺഫ്ലവറിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്ത് എടുക്കാൻ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കായാലും മതി. ഇതൊന്ന് അലിഞ്ഞു വരുമ്പോഴത്തേക്ക്, പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പാലിൽ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ ഇളക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നാൽ മതി, ഹൈ ഫ്ലെയിമിലേക്ക് പോകണ്ട. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിൽ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. കണ്ടില്ലേ, നല്ലതുപോലെ തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഏകദേശം ഒരു 2 മിനിറ്റോളം എടുക്കും ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരാൻ. അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഏതിലേക്കാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്, ഇവിടെ ഞാനൊരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്, ചെറിയൊരു ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളാണ്. ഫുള്ളങ്ങ് നിറച്ചൊഴിക്കേണ്ട, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചാലും മതി. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഇനി അതവിടെ ഇരുന്ന് തണുത്തിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ. ബാക്കിയുള്ളത് ഞാനൊരു റെക്റ്റാങ്കിൾ ഗ്ലാസ് വെയറിലേക്ക് മാറ്റി. ഇനി അതും അവിടെ ഇരുന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വയ്ക്കാം. ഇനി ഞാൻ കുറച്ചൊരു 3 ബദാം ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ബദാം ഇടുന്നതിന് പകരം ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് അത് ഒരല്പം മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇനി ഇത് ഇവിടെ ഇരുന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ഒരു 2-3 മണിക്കൂർ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് സെറ്റായി വരും.
ബ്രൗൺ കളറിൽ കാണുന്നത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അത് ഞാൻ വെറുതെ ഇട്ടതാണ്, കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. പാകത്തിന് മധുരമേ ഉള്ളൂ, ഒരുപാട് മധുരമില്ല. ഇതിപ്പോൾ ആർക്ക് വേണേലും കഴിക്കാൻ പറ്റിയൊരു ഇത്. ചുരുങ്ങിയ ചെലവിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പുഡിംഗ്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയും. ഞാൻ ഉണ്ടാക്കിയ പുഡിംഗ് കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. ഉണ്ടാക്കി നോക്കൂ വീട്ടിൽ, അധികം ബുദ്ധിമുട്ടില്ലല്ലോ, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട. അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.